ഹലോ ഗായ്സ്, വെൽക്കം ടു ഡേ 5 ഓഫ് ന്യൂസിലൻഡ് സൗത്ത് ഐലൻഡ് റോഡ് ട്രിപ്പ്. ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന മൗണ്ട് കുക്കിലേക്കാണ്. ലേക്ക് പുക്കാക്കിയുടെ അടുത്തുകൂടിയാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലേക്ക് പുക്കാക്കി എന്ന് പറയുന്നത് മൗണ്ട് കുക്കിലേക്ക് ഒരു ഗേറ്റ് വേ പോയിൻ്റ് ആണ്. അത് സതേൺ ആൽപ്സിൻ്റെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലേക്കാണ്. ഇവർക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു ഡാമും സെറ്റപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലയിടത്തൊക്കെ കത്തിക്കരിഞ്ഞതുപോലെയൊക്കെ നമുക്ക് കാണാമായിരുന്നു കേട്ടോ. ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാരണം കൊണ്ട് തീ പിടിച്ചതുകൊണ്ട്, പിന്നെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ളൊരു പൈൻ ട്രീയുടെ ഗ്രോത്ത് കളയാൻ വേണ്ടി അവർ തീ ഇട്ടതുകൊണ്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് തീ ഇട്ടതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനിത് കണ്ടപ്പോൾ എന്താണെന്ന് വായിച്ചു നോക്കിയിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിയത്. മൗണ്ട് കുക്കിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. അവിടെ പോയിട്ട് ഹുക്കർ വാലി ട്രാക്കിൽ ഒരു ട്രക്കിംഗ് നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത്. അമേസിങ് റോഡാണ് കേട്ടോ പോകുന്ന വഴിക്ക്. നമുക്ക് നല്ല രസം, എവിടെ നിന്ന് നോക്കിയാലും മൗണ്ട് കുക്കിൻ്റെ ആ മഞ്ഞുമല ആണ് കാണുന്നത്. ഇവിടെ കുറേ സെറ്റ് ഓഫ് മലകളുണ്ട്. മൗണ്ട് കുക്കാണ് അതിനകത്തുള്ളതിൽ ടോളസ്റ്റ്. ന്യൂസിലാൻഡിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള മൗണ്ടാണ് മൗണ്ട് കുക്ക് എന്ന് പറയുന്നത്. ഇനി മൗണ്ട് കുക്കിൻ്റെ ഫൺ ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹിലാരിയിലെ സർ എഡ്മണ്ട് ഹിലാരി ട്രെയിൻ ചെയ്തത് മൗണ്ട് കുക്ക് ഏരിയയിലാണ്. അത് കുഞ്ചു പറഞ്ഞിട്ടാട്ടോ എനിക്ക് ആ അറിവുണ്ടായത്. അവന് അങ്ങനെയാണ് മൗണ്ട് കുക്കിനെ പറ്റി സ്കൂളിൽ പഠിപ്പിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞിട്ടാണ് സാർ അവിടെയാണ് ട്രെയിൻ ചെയ്തത്, എവറസ്റ്റ് കീഴടക്കുന്നതിന് മുമ്പ് ഇവിടെയായിരുന്നു ആ ഒരു ടെറൈൻ, ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ അതിന് സ്യൂട്ടബിൾ ആയിരുന്നു, അപ്പോൾ അവിടെയാണ് ട്രെയിൻ ചെയ്തത് എന്നൊക്കെ പറഞ്ഞത്. ഇവിടുന്ന് ഉത്ഭവിക്കുന്ന ഇതാണ് ആ ലേക്ക്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഗ്ലേഷ്യറും ഐസ് ഗ്ലേഷ്യറും ഒക്കെ ഇവിടെ നിന്നാണ് ആ ലേക്കിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങളിത് ഇന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇത്തിരി ലേറ്റ് ആയിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലേദിവസം ഒരു സ്റ്റാർ ഗേസിംഗ് ഉണ്ടായിരുന്നു. ലേക്ക് ടിക്കാപ്പോയിലായിരുന്നു സ്റ്റാർ ഗേസിംഗ്. വലിയ ഭീകര സംഭവമൊന്നും അല്ല, മൗണ്ട് ജോൺ ഒബ്സർവേറ്ററിയിലെ പോലത്തെ വലിയ ഭീകര സംഭവമായിട്ടുള്ള സ്റ്റാർ ഗേസിംഗ് ഒന്നുമല്ല. പക്ഷേ പിള്ളേർ ഭയങ്കര എൻജോയ് ചെയ്യും. നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റാർ ഗ്രൂപ്പ്സിനെയും എങ്ങനെ സ്റ്റാർ വെച്ചുകൊണ്ട് ദിശകൾ കണ്ടുപിടിക്കാം എന്നുള്ള ഇൻഫർമേഷനും, പിന്നെ ചില സ്റ്റാർസിൻ്റെ ചുറ്റിനും ഗ്യാസസ് കാരണം ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ക്ലൗഡ് ഫോം ചെയ്യത്തില്ലേ, അപ്പോൾ അതൊക്കെ നമുക്ക് ബോത്ത് മാനുവൽ ആൻഡ് ഡിജിറ്റൽ ടെലിസ്കോപ്സിലൂടെ കാണുക, അത് യൂസ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനത്തെ ഒരു 1 hour സെറ്റപ്പ്. അവസാനം ഒരു നല്ലൊരു ഹോട്ട് ചോക്ലേറ്റും റോസ്റ്റഡ് മാഷ്മെല്ലോ ഒക്കെ കഴിഞ്ഞ് പിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നപ്പോൾ 3 മണി സമയം മിഡ്നൈറ്റ് 12:30 ഇത് ഉണ്ടായിരുന്നത്. ഈ മൗണ്ട് കുക്കിലേക്ക് പോകുന്ന ഈ വഴിയുണ്ട്, എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇതാണ് കേട്ടോ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഹുക്കർ വാലി ട്രാക്കിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇതെന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഈ ഒരു കുറേ പാലമുണ്ട്, ഇതുപോലത്തെ തൂക്കുപാലങ്ങൾ കുറേ കയറി വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഓൾമോസ്റ്റ് 11 കിലോമീറ്ററോളം ഉണ്ട്. ഞങ്ങളിപ്പം മൗണ്ട് കുക്കിലുള്ള ഹുക്കർ വാലി ട്രാക്കിലാണ്. അപ്പ് ആൻഡ് ഡൗൺ ഒരു 10 കിലോമീറ്റേഴ്സ് മിച്ചമുള്ളൊരു ട്രാക്കാണത്. അത് 3 hour ജേർണിയാണ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഫസ്റ്റ് ലുക്കൗട്ട് പോയിൻ്റ് ആണിത്. മറ്റേ മൗണ്ട് കുക്കാണ് ആ കാണുന്നത്. ആ സ്നോയുള്ള കാണുന്നത് മൗണ്ട് കുക്കാണ്. മൗണ്ട് കുക്കിൽ വരുന്ന വെള്ളമാണ്, സ്റ്റാർട്ട് ചെയ്യുന്ന വെള്ളമാണ്. ഇതാണ് നമ്മുടെ ലേക്കുകളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു വൺ ഓഫ് ദ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇതാണ്. ആ വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടോ, വെള്ളം പോകുന്നതിൻ്റെ സൗണ്ട് കേട്ടോ, കളർ നമുക്കൊരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതുപോലത്തെ കുറേ തൂക്കുപാലം കയറിയിട്ടാണ് കേട്ടോ നമ്മൾ ഫൈനലായിട്ടുള്ള ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തുന്നത്. ഞങ്ങൾ പലപ്പോഴും ഇടയ്ക്ക് വെച്ച് നിർത്തി പോയാലോ എന്ന് വിചാരിച്ച സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞിനെ എടുക്കുന്ന കാങ്ക്രൂ ബാഗ് മിസ്സാക്കിയായിരുന്നു. അപ്പോൾ അവനെയും കൊണ്ട് നടക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ലിറ്റിൽ ബിറ്റ് ടയേർഡായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് തിരിച്ചു പോയാലോ എന്നൊക്കെ വിചാരിച്ചാണ് നടന്നത്. കുറച്ചും കൂടെ പോയി നോക്കാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ സ്ഥിരം ആ ഒരു ഡയലോഗിൽ നടന്നതാണ്. പിന്നെ ഈ ട്രാക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇതുപോലെ ഇങ്ങനെ ഒരു വുഡിൻ്റെ ഒരു ബ്രിഡ്ജ് പോലെ കെട്ടിയിട്ടേക്കുവാണ്, ഇങ്ങനെ ഒരു പുൽത്തകിടിയുടെ ഇടയിൽ കൂടെ. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ നമുക്ക് മഞ്ഞുമലയും കാണാം. നമ്മളതിൽ കൂടെ ഇതുപോലെ കുറേ അത്യാവശ്യം നല്ല ദൂരം ഇങ്ങനെ നടക്കാനുണ്ട് ഇങ്ങനൊരു ട്രാക്കിൽ കൂടെ. നല്ലൊരു പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു
വ്യൂ എന്ന് പറയാം. നമുക്ക് നടക്കുമ്പോഴാണെങ്കിലും ഭയങ്കര സുഖമായിരുന്നു ഇങ്ങനെ നടക്കുമ്പോൾ. ഇവിടെ ഇഷ്ടംപോലെ സ്കീയിങ് ഏരിയാസ് ഉണ്ട് കേട്ടോ. ഇനി ട്രക്കിംഗ് ഇഷ്ടമല്ലെങ്കിൽ ഫ്ലൈറ്റ് ഉണ്ട് ഗ്ലേഷ്യർ കാണാൻ വേണ്ടിയിട്ട്, സ്റ്റാർ ഗേസിങ് വേറെയുണ്ട്. അങ്ങനെ ഒത്തിരി ഫെസിലിറ്റീസ് ഈ ഏരിയയിലുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ട്രക്കിംഗ് ചൂസ് ചെയ്തേ ഉള്ളൂ. ഇതാണ് ഹുക്കർ വാലി ട്രാക്കിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ മറ്റേ മഞ്ഞുകട്ടകളൊക്കെ, ഇത്ര ചൂടത്താണെങ്കിലും മഞ്ഞുകട്ടകളൊക്കെ ഉരുകി കിടക്കുന്നത്, ആ കാണുന്നതൊക്കെ മഞ്ഞുകട്ട ഉരുകി കിടക്കുന്നതാണ് കേട്ടോ. ഗ്ലേഷ്യർ എന്നാണ് ഇവരെ പറയുന്നത്. ഞാൻ പിന്നെ ഒരു ഇൻഫോർമലായിട്ട് മഞ്ഞുകട്ട എന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മുടെ ലാംഗ്വേജിൽ മഞ്ഞുകട്ട. കണ്ടോ ഇഷ്ടംപോലെ കിടക്കുന്നത് കണ്ടോ മഞ്ഞുകട്ടകളൊക്കെ. എൻ്റെ പിള്ളേരുടെ ഹോബി എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മഞ്ഞുകട്ട, അവിടെ ഒരു കരയ്ക്കൊരു മഞ്ഞുകട്ട വന്ന് കിടപ്പുണ്ടായിരുന്നു. അത് കുത്തിപ്പൊട്ടിച്ച് കഴുകിയെടുത്ത് വായിലിട്ടുകൊണ്ട് നടക്കുക. അങ്ങനെ ഒരു സാധനം ഉള്ളതുകൊണ്ട് തിരിച്ചവർ അവിടെ വരെ ഒരു കൂസലില്ലാതെ നടന്നു കേട്ടോ. ആ ഒരു എനർജിയിൽ എന്തൊക്കെയോ പൊടിയും കരടുമൊക്കെ ഉണ്ട്. മണ്ണാണെന്ന് തോന്നുന്നു. പിള്ളേർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർക്ക്. അത് പൊട്ടിച്ചെടുക്കുന്നതും അത് നമുക്ക് രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. എനിക്ക് സൺബേണൊക്കെ അടിച്ചു, മൂക്കൊക്കെ പൊള്ളാൻ തുടങ്ങിയായിരുന്നു തിരിച്ചു കടന്നപ്പോഴത്തേക്കും. അതുകൊണ്ട് ഇവിടെ വരുന്നവർ സൺസ്ക്രീൻ ഇടാനും അത് റീഅപ്ലൈ ചെയ്യാനും മറക്കരുത്. എന്നെപ്പോലെ മൂക്ക് പൊള്ളിക്കൊണ്ട് നടക്കേണ്ടി വരും ഇല്ലെങ്കിൽ 2-3 ദിവസത്തേക്ക്. കണ്ടോ ചക്കനിരുന്ന് വൃത്തിയാക്കുക, എന്നിട്ട് അതിൻ്റെ ഇത് പൊട്ടിച്ചെടുക്കുക. ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും കുരുത്തക്കേട് കാണിക്കാൻ ചേട്ടനും അനിയനും ഒറ്റക്കെട്ടാണെന്ന്. ഞങ്ങൾ ഈ ട്രാക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ക്രൈസ്റ്റ് ചർച്ചിലേക്ക് ട്രാവൽ ചെയ്യും. 3-4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഇനി അടുത്തൊരു 3-4 ദിവസം ക്രൈസ്റ്റ് ചർച്ചിലാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളുടെ ടെൻറ്റ് സെറ്റപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ടെൻറ്റിനകത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ. ഇതാണ് അതിൻ്റെ ഔട്ടർ വ്യൂ. പിന്നെ അകത്ത് 2 ബെഡുണ്ട്, ഒരു ഡബിളും ഒരു സിംഗിൾ എയർ ബെഡും. ലൈറ്റ് ഉണ്ട്, റീചാർജബിൾ ആണ്. സാധാരണ പില്ലോ, 2 പുതപ്പ്, ഇത്ര സ്പേസ് ഉണ്ട്. പിന്നെ ഡ്രസ്സ് ഇട്ട് വെച്ചിരിക്കുന്ന 2 ബാഗ് പിള്ളേരുടെ ഞങ്ങളുടെ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കാം. പിന്നെ അത്യാവശ്യം പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. അതിനകത്തൊക്കെ സാധനങ്ങൾ, താക്കോല്, കണ്ണട അങ്ങനത്തെ ഒക്കെ ഇടാം. വേസ്റ്റ് ബാഗ് ഉണ്ട്, വാട്ടർ ബോട്ടിലുണ്ട്, ഒരു ചവിട്ടി ഫോർ എ ക്ലീനിനെസ് പർപ്പസ് വെക്കാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ 10 ദിവസത്തെ കൂടാരം. ഇവിടെയാണ് ഞങ്ങളുടെ എല്ലാം ഊണും ഉറക്കവും കിടപ്പും ഒക്കെ ഇവിടെയാണ്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. സീ യു നെക്സ്റ്റ് ടൈം.